ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. എല്ലാ പ്രിയപ്പെട്ടവരും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്ന എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. തുടർമാനമായിട്ട് ദൈവത്തിന് സ്തോത്രം പറയുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കിക്കൊണ്ടിരിക്കുന്നല്ലോ. ഇന്നത്തെ അതിനാധാരമായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2 തീമോത്തിയോസിൻ്റെ ലേഖനം 2-ാം അധ്യായം 2 തീമോത്തിയോസ് ഹല്ലേലൂയ അതിൻ്റെ 1-ാം അധ്യായം 12-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് ദൈവത്തിന് നിമിത്തം തന്നെ ഞാനിതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട വാക്യത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആരെ അറിയുന്നു? ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം പറയുവാനിടയായി കർത്താവ് നമ്മളെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത് ഞാൻ കർത്താവിനെ അറിയുന്നു. ഞാൻ ഹല്ലേലൂയ എൻ്റെ കർത്താവിനെ അറിയുന്നു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ തീമോത്തിയോസിനോട് ഹല്ലേലൂയ പൗലോസ് ഓർപ്പിക്കുകയാണ്. തീമോത്തിയോസേ, ഹല്ലേലൂയ, ഈ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കഷ്ടതകളും വേദനകളും ഒക്കെ ജീവിതത്തിൽ കടന്നു വന്നാലും നീ ഒന്നറിയണം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? ഹല്ലേലൂയ, അവൻ എൻ്റെ ഉപനിധി അവസാനം വരെ കാപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതാ പൗലോസ് പറയുന്നത്, അത് നിമിത്തം തന്നെ ഞാനിതൊക്കെയും സഹിക്കുന്നു. എൻ്റെ പൗലോസ് ജീവിതത്തിൽ ഹല്ലേലൂയ സഹിച്ചതായ ഒരുപാട് കാര്യങ്ങൾ അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ ലേഖനത്തിലും നമുക്കറിയാം, റോമാലേഖനത്തിലും ഒക്കെ എഴുതിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് ഹല്ലേലൂയ തീമോത്തിയോസിനെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ, നീയും ചിന്തിക്കുക, ഇതൊക്കെയും ഞാൻ സഹിക്കുന്നത് എന്തുകൊണ്ട്? എനിക്കൊരു ഹല്ലേലൂയ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എങ്കിലും ലജ്ജിക്കുന്നില്ലെന്ന് ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നമുക്കൊരു അറിവുണ്ടായിരിക്കണം, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കർത്താവ് അന്ത്യം വരെ നടത്തുവാൻ നമുക്ക് ശക്തനാണ്. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ ആരെയാണ് വിശ്വസിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നമ്മൾ കർത്താവിനെ വിശ്വസിച്ച് കർത്താവിൻ്റെ കാൽച്ചുവടുകളെ പിൻപറ്റി മുന്നോട്ട് പോകുവാൻ നമ്മൾ തയ്യാറായാൽ ഒരിക്കലും ലജ്ജിക്കത്തില്ല. അതുകൊണ്ട് പൗലോസ് ഇവിടെ ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിനെ ഓർപ്പിക്കുന്നത്, ഞാൻ ആരെ എങ്കിലും ഞാൻ ലജ്ജിക്കുന്നില്ല. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി അവസാനം വരെ സൂക്ഷിപ്പാൻ ശക്തന. ഒരു ദിവസമല്ല പ്രിയമുള്ളവരെ, അവസാനം വരെ, അന്ത്യനാൾ വരെ എന്നെ സൂക്ഷിപ്പാൻ എൻ്റെ കർത്താവ് ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ ആ കർത്താവിനെ വിശ്വസിച്ചിരിക്കുന്നത്. അത് നമ്മൾ അറിയണം പ്രിയമുള്ളവരെ. ഹല്ലേലൂയ. നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ വിശ്വസിക്കുന്ന, ഞാൻ ആരാധിക്കുന്ന എൻ്റെ നാഥൻ ഹല്ലേലൂയ എന്നെ അവസാനം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഹല്ലേലൂയ നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം. അതുകൊണ്ട് ഞാൻ ലജ്ജിക്കുന്നില്ലെന്ന് പൗലോസ് പറയുന്നത്. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും, ഭാരങ്ങൾ വന്നാലും, ബുദ്ധിമുട്ടുകൾ വന്നാലും ഞാൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ, ഞാൻ ഒന്നറിയുന്നു, ഹല്ലേലൂയ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അവൻ അവസാനം വരെ എന്നെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുക, ഞാൻ വിശ്വസിക്കുന്നവൻ എന്നെ അവസാനം വരെ നടത്തുവാൻ ശക്തനാണ്. ഹല്ലേലൂയ. ഇന്ന് രാവിലെ പ്രിയമുള്ളവരെ, പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടതകളും വേദനകളും ജീവിതത്തിൽ ഹല്ലേലൂയ കടന്നു വരുമ്പോൾ തകർന്നു പോകരുത്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു ഉറപ്പുണ്ടായിരിക്കണം, ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആ കർത്താവ് എന്നെ അന്ത്യം വരെ നടത്തുവാൻ ശക്തനാ. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധികളുടെ നടുവിലും എന്നെ കൈപിടിച്ച് കൊണ്ടുപോകുവാൻ എൻ്റെ നാഥൻ ഹല്ലേലൂയ ശക്തനാണെന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ടായിരിക്കണം. അതാ വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിനെ ഓർപ്പിക്കുന്നത്. ഹല്ലേലൂയ, തീമോത്തിയോസേ മകനെ എന്നൊക്കെ വിളിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, ചിന്തിക്കണം, ഞാൻ ആരെ വിശ്വസിച്ചു. 2-ാം അധ്യായമായി എൻ്റെ മകനെ ക്രിസ്തു യേശുവിലുള്ള കൃപയാൽ ശക്തിപ്പെടുക എന്നാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ആരിലാണ് ശക്തിപ്പെടേണ്ടത്? നമ്മുടെ കർത്താവിൻ്റെ കൃപയാൽ. ദൈവത്തിന് സ്തോത്രം. വളരെ വ്യക്തമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് അറിയുന്നു. അവൻ എൻ്റെ ഉപനിധി അവസാനം വരെ കാപ്പാൻ ശക്തനാ. ദൈവത്തിന് സ്തോത്രം. ആ ദൈവത്തിലാ പ്രിയമുള്ളവരെ നമ്മൾ ആശ്രയിക്കുന്നത്, ആ ദൈവത്തിലാണ് നമ്മൾ ചാരുന്നത്. മറന്നു പോകരുത്. ഹല്ലേലൂയ. എന്തൊക്കെ വന്നാലും എന്നെ താങ്ങി നിർത്തുന്ന, എന്നെ നടത്തുന്ന, എന്നെ പരിപാലിക്കുന്ന, എന്നെ ഹല്ലേലൂയ കൊണ്ടുപോകുന്ന ഒരു നല്ല കർത്താവിലാണ് ഞാൻ ആശ്രയിക്കുന്ന. ഒരു ഉത്തമ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. റോമാലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം വായിക്കുമ്പോൾ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലവും നന്മയ്ക്ക്
നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. അത് എന്ത് അനുഗ്രഹിക്കപ്പെട്ട വാക്യം. പലപ്പോഴും നമ്മൾ വായിച്ച് ധ്യാനിക്കാറുള്ളൊരു വാക്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. ആ ഒരു അറിവ് നമുക്കുണ്ടായിരിക്കണം. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നവനാണെങ്കിൽ, സ്നേഹിക്കുന്നവളാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നതെല്ലാം നന്മയ്ക്കാണ്. ദൈവത്തിന് സ്തോത്രം എന്നൊരറിവ് നമുക്കുണ്ടായിരിക്കണം. കൂടി വ്യാപരിക്കുന്നതെന്ന് ഞാൻ ഇങ്ങനെ അവിടെ എഴുതിയിരിക്കുന്നത്. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയണം. നമ്മുടെ കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു. നമുക്ക് വരുന്ന രോഗം, ദുഃഖം, പ്രയാസം, ഭാരം, ബുദ്ധിമുട്ട് എല്ലാം നന്മയ്ക്കാ പ്രിയമുള്ളവരെ. നമുക്ക് ദൈവം ഹാലിലെ ദോഷത്തിനായിട്ട് നമ്മുടെ കർത്താവ് ഒന്നും ചെയ്യത്തില്ല. അവിടെ നമ്മളെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് അതിന്മേലൊക്കെ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ നല്ലവണ്ണം അത് അറിയണം. അതുകൊണ്ടാണ് കോരിന്ത്യർക്ക് ലേഖനം എഴുതിയപ്പോൾ 10-ാം അധ്യായത്തിൽ 1 കോരിന്ത്യർ 10-ാം അധ്യായം നമുക്ക് അറിയാവുന്ന വാക്യമാണ്. അവിടെ പൗലോസ് ഓർപ്പിക്കുന്ന ഒരു വാക്യമുണ്ട്. ഹല്ലേലൂയ. നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ആകയാൽ ദൈവത്തിന് സ്തോത്രം. മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ അല്ലെങ്കിൽ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടി അവൻ പോക്ക് വഴിയും ഉണ്ടാക്കുമെന്ന് ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ നടപ്പല്ലാത്ത പരീക്ഷ, നമുക്ക് സഹിക്കാൻ വയ്യാത്ത പരീക്ഷയൊന്നും നമ്മുടെ ജീവിതത്തിൽ തമ്പുരാൻ തരത്തില്ല. പ്രിയമുള്ള തരികയാണെങ്കിൽ അതിന്മേൽ ഹല്ലേലൂയ പോക്ക് വഴിയും നമുക്ക് ഒരുക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് ദൈവവചനം പഠിപ്പിക്കുക. അത് നമ്മൾ മനസ്സിലാക്കണം. എവിടെയെങ്കിലും അതാ വളരെ മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനെന്ന നമ്മുടെ ദൈവം ആരാ? വിശ്വസ്തൻ. ആ പരീക്ഷയോടുകൂടെ പോക്ക് വഴിയും കർത്താവ് ഒരുക്കും. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, എന്നെ ഹാല്യ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക്. അപ്പം നമ്മൾ ആരാ? ദൈവസന്നിധി നമ്മൾ വിളിക്കപ്പെട്ടവരാ പ്രിയമുള്ളവരെ. നമുക്ക് എന്താ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതെന്ന് നാം അറിയണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് വരുന്നതൊന്നും നമ്മളെ തകർത്ത് കളയുവാനല്ല, നന്മയ്ക്കാ പ്രിയമുള്ളവരെ. നമുക്ക് വരുന്ന പ്രശ്ന, ഭാരങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളെല്ലാം നന്മയ്ക്കാ എന്നിന്ന് രാവിലെ ഹാലിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, നമ്മൾ അറിയണം. ദൈവത്തിന് സ്തോത്രം. നമ്മളെ തകർത്ത് കളയുവാനല്ല, നമ്മളെ ഇല്ലായ്മ ചെയ്യുവാനല്ല, നമുക്കതൊക്കെ നന്മയ്ക്കാ. ദൈവത്തിന് സ്തോത്രം. കൂടി വ്യാപരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു. നാം അറിയുന്നു. ഹല്ലേലൂയ. എത്ര അനുഗ്രഹിക്കപ്പെട്ട. എന്നിട്ട് പറയുക, അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചിരിക്കുക. നമ്മളെ ഹാലിൽ അറിഞ്ഞതാണ്, നമ്മളെ മുൻ നിയമിച്ചിരിക്കുക. നമ്മൾ ആരാ? ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പുത്രിമാരാ പ്രിയമുള്ളവർ. എത്ര പേർക്ക് സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ പുത്രനും പുത്രിയുമാണ്. എൻ്റെ ജീവിതത്തിൽ നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ധൈര്യത്തോട് നമുക്ക് പറയുവാൻ കഴിയണം. അത് ഞാൻ വായിച്ചു. ഹല്ലേലൂയ. ആരെ ഞാൻ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, ഞാൻ ലജ്ജിക്കുന്നില്ല. അവൻ എൻ്റെ ഉപനിധി, അവസാനം വരെ സൂക്ഷിപ്പാൻ ശക്തന. ഒരു ദിവസം വരെയല്ല, അവസാനം വരെ സൂക്ഷിക്കും. ഇവിടെ പൗലോസ്, അപ്പോസ്തലനായ പൗലോസ് റോമർക്ക് ലേഖനം എഴുതിയപ്പോൾ അവരെ ഓർപ്പിക്കുകയാണ്, പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതെന്ന് അറിയുന്നു. എന്നിട്ട് പറയുക, നമ്മൾ ആരാ? നാം മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ നമ്മളെ മുൻ നിയമിച്ചിരിക്കുന്നു. നമ്മൾ മുൻ നിയമിക്കപ്പെട്ടവരാ. നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ നമുക്കൊരു തേജസ്കരണമുണ്ട് പ്രിയമുള്ളവരെ. നമ്മളതാ വിശ്വസിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു നിത്യതയുണ്ട്, ഒരു തേജസ്കരണമുണ്ടെന്ന് ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിന് മുമ്പാകെ പറയുവാൻ കഴിയും. നമ്മൾ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുക, പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഞാൻ ആരെയാണ് വിശ്വസിച്ചിരിക്കുന്നത്? അവൻ എൻ്റെ ഉപനിധി അവസാനത്തോളം കാപ്പാൻ ശക്തനാണ്. അല്ലെങ്കിൽ ഒരു ദിവസം വരെയല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകല നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നെന്ന് ഞാൻ അറിയുന്നു. ഹല്ലേലൂയ. നമുക്കൊരു അറിവുണ്ടായിരിക്കണം. എൻ്റെ ദൈവം അവസാനം വരെ സൂക്ഷിപ്പാൻ ശക്തനാ. പ്രതിസന്ധികൾ വരട്ടെ, പ്രതികൂലങ്ങൾ വരട്ടെ, പരാജയങ്ങൾ വരട്ടെ, ഭാരപ്പെടേണ്ട പ്രിയമുള്ളവരെ, നമ്മളെ കരുതുന്ന ഒരു കർത്താവുണ്ടെന്ന് ഇന്ന് രാവിലെ ഹല്ലേലൂയ എനിക്ക് വളരെ വ്യക്തമായിട്ട് ദൈവവചനത്തിന് മുമ്പാകെ നിങ്ങളോട് പറയുവാൻ കഴിയും. നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുക. വചനത്തിന് മുമ്പാകെ ദൈവസന്നിധിയിൽ ഈ വചനങ്ങൾ എല്ലാവരെയും ആശ്വസിപ്പിക്കട്ടെ, വിടിവിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, വചനത്തിന് മുമ്പാകെ ഞങ്ങളെ ഏൽപ്പിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നത്. എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കണം, മാനിക്കണം, ഉയർത്തണം, താഴ്ത്തുന്നു, സമർപ്പിക്കുന്നു, അനുഗ്രഹിക്കണം. പ്രാർത്ഥന എടുക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.